പിന്നെ ഞാൻ മടിയനാ ബേസിക്കലി. എനിക്ക് ഏറ്റവും താല്പര്യം ഒന്നും ചെയ്യാതിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാള് പിന്നെ വെറുതെ സിനിമ കാണാൻ വരെ എനിക്ക് മടിയോ. പുറമേയുള്ള ആളുകൾ കാണുമ്പോൾ വിചാരിക്കും നല്ല സുഖമല്ലേ. ഇവിടെ സിനിമ ഇഷ്ടപ്പെട്ട് ഒരു ദിവസം 3-4 സിനിമകളൊക്കെ കാണാൻ തയ്യാറായി പോകുന്ന ഒരുപാട് ആൾക്കാർ വന്നിരുന്ന് റിവ്യൂ ചെയ്യുന്നുണ്ട്. ഇത്ര കഷ്ടപ്പെട്ടിട്ട് അശ്വിൻ കൊക്ക് എന്തിനാണ് ഈ റിവ്യൂ ചെയ്യുന്നതെന്ന് എനിക്ക് ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ തോന്നിപ്പോയത്. കൊക്കിന്റെ റിവ്യൂ കേട്ടിട്ട് ഞാനും ഒരുപാട് സിനിമയ്ക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ റീസെന്റ് വന്നിട്ട് കൊക്കിന്റെ റിവ്യൂ ഭയങ്കര ബിലോ ആവറേജ് ആയിട്ട് പോകുന്നതായിട്ടൊരു ഫീൽ വന്നിട്ടുണ്ട്. ഇടയിൽ നമ്മുടെ അജിത്തിന്റെ കൂടെ ഇരുന്ന് കണ്ടാൽ പോലും ഒരു വിധത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഗുഡ് ബൈഡൊക്കെ സൂപ്പർ സിനിമ എന്നാണ് നമ്മുടെ കൊക്ക് പറഞ്ഞിരുന്നത്. അതേപോലെ ബ്രോമൻസ് 5 മിനിറ്റിന് മുകളിൽ പോലും കാണാൻ പറ്റാത്ത ഒരു സിനിമ ഞാനൊരു 10 മിനിറ്റ് OTT വന്നപ്പോൾ കണ്ട്, അതിന് മേളിൽ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ അങ്ങനത്തെ സിനിമകളൊക്കെ ഇപ്പൊ കൊക്ക് വന്നിട്ട് കിടിലം പടങ്ങൾ എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കുറെ ദിവസം കൊണ്ട് നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ കോൺട്രവേഴ്സികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റിയലി അശ്വിൻ കൊക്ക് ചെയ്യുന്ന റിവ്യൂസ് ഒക്കെ വളരെ ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടാണ്? ചിലതൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ മുമ്പ് അങ്ങനത്തെ പടങ്ങളൊക്കെ പോയി കണ്ടിട്ടുണ്ട്, അതെല്ലാം എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഒരു ഫീൽ കിട്ടണല്ലേ. മിക്കവാറും ഇങ്ങനെ പറയുന്ന സിനിമകളൊക്കെ വിശ്വസിച്ച് പോയാൽ പണി കിട്ടുന്ന ഒരു അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്.